തെക്കുടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കണ്ടു. അത് കണ്ടത് ഒരു മത നേതാവായിട്ട് തന്നെയാണ്. പക്ഷേ അവിടെ അജിത് ഡോവാൽ ഉൾപ്പെടെ താങ്കൾ പറയുന്നത്, ശ്രീ കുട്ടി പറയുന്നത് പോലെ RSSന്റെ ഭരണകർത്താക്കളായ 2-3 പേരുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അതായത് രാഷ്ട്രീയ മീറ്റിംഗ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ചെയ്യുന്നത് വളരെ രസകരമായ, അല്ലെങ്കിൽ കോൺട്രാഡിക്ഷൻ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ, ഡൽഹിയിലെ മുസ്ലിം സോഷ്യൽ അല്ലെങ്കിൽ മുസ്ലിം ഇൻ്റലക്ച്വൽസ് ഒക്കെ കൂടെ സുപ്രീം കോടതിയിൽ ഇന്നലെ ഒരു പെറ്റീഷനുമായി പോയിരുന്നു. അത് അസാം മുഖ്യമന്ത്രി മുസ്ലിം വേഷധാരിയെ വെടിവെക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ, ഇത് നടത്തുന്ന ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ അതിനെതിരെയുള്ള ഒരു കേസാണ്, ഒരു പെറ്റീഷനാണ് കൊടുത്തത്. അത് തള്ളിപ്പോയി. അതുപോലെ തന്നെ ഞാൻ അവസാനമായി ജമാഅത്ത് മുസ്ലിം നേതാക്കളെ ഡൽഹിയിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, അതായത് BJP സർക്കാരിൽ നിന്ന് അവർ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ഇലക്ഷനിലും BJP ആർക്ക് വോട്ട് ചെയ്യണമെന്നല്ല, ആർക്ക് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്നു അവർക്ക് വോട്ട് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. അതുകൊണ്ടാണ് ഞങ്ങൾ പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല. ഇത് കൂട്ടി വായിക്കേണ്ട ഒരു സംഗതി, BJP എന്ന പാർട്ടിക്ക് ലോക്സഭയിൽ ഒരു ഒറ്റ മുസ്ലിം MP പോലും ഇല്ല എന്നുള്ള ഒരു വാസ്തവം കാന്തപുരത്തെ പോലുള്ളവർ മനസ്സിലാക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഇത് അപ്രതീക്ഷിതമല്ല. കാരണം താങ്കൾ ഈ പറയുന്നത് പോലെ ഇന്ത്യയിലെ ഇന്നത്തെ മുസ്ലിം അവസ്ഥ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മലബാറിലെ, പ്രത്യേകിച്ച് മലബാറിലും കൊച്ചിയിലും ഒക്കെയുള്ള സുന്നി മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുള്ള ഒരു ഉസ്താദ്, ഇതാണ് അദ്ദേഹത്തെ എനിക്ക് പറയാൻ പറ്റും. വളരെ ഞാൻ പറയുന്ന 1989 ഞാൻ കോഴിക്കോട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രത്യേക ലേഖകനായി പണിയെടുക്കുമ്പോഴാണ് ഈ കാന്തപുരം സമസ്തയുമായി കലാപം ചെയ്ത്, അല്ലെങ്കിൽ അവരുമായി ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബദൽ സമസ്ത സുന്നികളുടെ, അതായത് പരമ്പരാഗത സുന്നി സമൂഹം, അതാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ മുജാഹിദീൻ, ജമാഅത്തെ, തബ്ലീഗ് തുടങ്ങിയ നിരവധി അവാന്തര വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിലെ മാപ്പിളമാരിൽ, കേരളത്തിലെ മുസ്ലിം ഏറ്റവും ശക്തമായിട്ടുള്ളത് ഇപ്പോഴും പരമ്പരാഗത സുന്നി വിശ്വാസികളാണ്. അവരുടെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട്, ഒരു വിഭാഗത്തെ ഞാൻ പറയുന്നത്, അത് വളരെ കൃത്യമാക്കണം. അദ്ദേഹം കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളെയോ കേരളത്തിലെ മുസ്ലിങ്ങളെയോ കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്നില്ല എന്ന് താങ്കളുടെ ഡൽഹിയിലെ സുഹൃത്തുക്കളെ ആദ്യം അറിയിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കാരണം അദ്ദേഹം സ്വയം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന സൗദി അറേബ്യയിൽ നിന്നോ ഏറ്റവും ഒരു പട്ടം നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രവാചകന്റെ ഒരു മുടിയുടെ ഭാഗം എന്ന പേരിൽ കോഴിക്കോട് പ്രദർശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പല കാര്യങ്ങളിൽ കൂടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി മദ്രസകൾ നടത്തുന്നുണ്ട്, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള റിയൽ എസ്റ്റേറ്റ് അദ്ദേഹം ഒരുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങളുടെയോ കേരളത്തിലെ സുന്നി വിഭാഗത്തിന്റെയോ പ്രതിനിധിയല്ല. അദ്ദേഹം സമസ്തയുമായി പിടർന്ന ശേഷം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനും അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി പൊതുവെ ഇടതുപക്ഷ അനുകൂല തിരഞ്ഞെടുപ്പ് നയങ്ങളാണ് ഇത്രയും കാലമായി അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സൈദ്ധാന്തിക ശത്രുക്കളായി കാണുന്നത് മുസ്ലിം ബഹുജന സാമാന്യത്തെയാണ്, ക്രിസ്ത്യൻ ബഹുജന സാമാന്യത്തെയാണ്, അവരുടെ മതവിശ്വാസത്തെയും മതസത്വത്തെയുമാണ്. ഈ മതമേധാവികൾക്ക് വേണ്ടത് തങ്ങളുടെ കീഴിലുള്ള വിശ്വാസി കൂട്ടത്തിന്റെ മേലുള്ള തങ്ങളുടെ അധികാരം RSSും BJPയും തുടരരുത്. ഞങ്ങളുടെ സുന്നി വിശ്വാസികളുടെ മേലുള്ള അധികാരം ഉണ്ടാവണം.
ഞങ്ങളുടെ പള്ളി ഞങ്ങൾ ഈ നല്ല ഇടയന്മാർക്ക് ഈ പറയുന്ന ക്രിസ്ത്യൻ വിശ്വാസികളുടെ മേലുള്ള അധികാരം തുടരാൻ മോഡിയും RSSും അനുവദിക്കുന്നിടത്തോളം ഇവർക്ക് മോഡിയും RSSുമായി സന്ധി ചെയ്യാൻ യാതൊരു ദൈവീകമോ അല്ലെങ്കിൽ ആത്മീയമോ ആയ മതപരമായോ യാതൊരു തടസ്സവും ഇവർക്കില്ല. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അത് മുതലാളിമാരും അതാണ് ശരി സർ. പക്ഷെ ഒന്നുണ്ട്, നമ്മൾ പിന്നെയും കേരളത്തിന്റെ മതനിരപേക്ഷത മനസ്സ് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക്, അതിന്റെ ആറ്റിറ്റ്യൂഡിലേക്ക്, അതിന്റെ ധർമ്മസംഘടനകളിലേക്ക്, അതിന്റെ പൊളിറ്റിക്കൽ ചോയ്സിലേക്ക് വരുമ്പോൾ BJPയുടെ ഈ വികസിത ഭാരതവും ഇതുപോലുള്ള ഒപ്റ്റിക്സും കേരളത്തിൽ അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് ഗുണം ചെയ്യും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? എനിക്ക് വളരെ സൂക്ഷ്മമായ ഒരു പരിശോധന ഞാൻ താങ്കളുമായിട്ട് പങ്കിടാം. എൻ്റെ കൊടുങ്ങല്ലൂരിന്റെ തൊട്ടടുത്ത ഒരു മണ്ഡലമാണ് കയ്പമംഗലം. ഞാൻ ഒരു അനുഭവം പറയാം. ഇപ്പൊ കാന്തപുരം, കഴിഞ്ഞ തവണ കാന്തപുരം സാധാരണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും എന്ന ഒരു ധാരണ പൊതുവെ എപ്പോഴും കേരളത്തിലുണ്ട്. ഇപ്പോൾ മോഡിയെ കണ്ടതിന് ശേഷവും അദ്ദേഹത്തിന്റെ അനുയായികൾ BJPക്ക് വോട്ട് ചെയ്യാൻ പറയും എന്ന് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹത്തിന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് കേരളത്തിൽ. അതൊന്ന് തുറന്ന് അദ്ദേഹം എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ നെറ്റ്വർക്കിലൂടെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായി തന്റെ കീഴിലുള്ള ജമായത്തുകൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും ദറസുകൾക്കും ഒക്കെ സൂചന നൽകും. ഇതാണ് അദ്ദേഹത്തിന്റെ രീതി. എങ്ങനെയാണ് ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യുമെന്ന് കരുതിയാണ് ഇടതുപക്ഷ പ്രവർത്തകരും ഇത്തരത്തിലുള്ള കാന്തപുരം സുന്നി പ്രവർത്തകരും അടിത്തട്ടിൽ പ്രവർത്തിച്ചത്. പക്ഷേ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാൽ ഈ കാന്തപുരം സുന്നി വോട്ടുകൾ പോയത് UDFനാണ്, ഇടതുപക്ഷത്തിനായിരുന്നില്ല. അപ്പോൾ ഞാൻ താങ്കളോട് പറയുന്നത് കൃത്യമായ ഒരു എംപെറിക്കൽ വസ്തുതയാണ്. അതുകൊണ്ട് കാന്തപുരം ഇനി നാളെ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യാത്ത ഒരവസ്ഥയിലുള്ള സുന്നി മുസ്ലിംസും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്.